സാറിന് എന്തായാലും പൊക്കണം കേട്ടോ. അവൻ ഭയങ്കര കളി കളിക്കട്ടോ. നാളെ ഇതുപോലെ 100 ഗ്രാം MDM പിടിച്ചിട്ട് ലാബിലേക്ക് ടെസ്റ്റ് അയച്ചപ്പോണ്ടല്ലോ ഉള്ള ജിനാമുട്ട നല്ല കളി കളിക്കും. എന്തായാലും പ്രശ്നം പൊക്കണം. പ്രൊമോഷന്റെ കാര്യം മറക്കണ്ട. വരിഞ്ഞ് പിടിച്ചോളട്ടാ പരമാവധി കൊതറുണ്ടാ. വളു നല്ല സാധനം വന്നിട്ടുണ്ട്. ഇന്ന് അടിച്ചു കയറ്റാം നമുക്ക്. ഇതിന്റെ മറ്റേ 2K ഫണ്ടകളെ വിളിക്കണ്ടോ. അവന്മാര് കാരണം എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാണ്ടായി. ഞങ്ങൾ 90 കിഡ്സ് ഇത്തിരി കഴിവുള്ള പിള്ളേരാ. ഞങ്ങളൊന്നും വരെ എക്സസൈസുകാർ പിടിച്ചിട്ടില്ലേ. ഇതിപ്പോ ഇവിടെ എക്സസൈസുകാർ കയറി ഇറങ്ങാ അല്ലേ? അല്ല ബുദ്ധിക്ക് കളിക്കണ്ട അല്ല സാറേ അവന്മാരല്ല എവിടെ ഇരിക്കുന്നത്? എന്താ സാറേ എന്താ സാറേ എന്ത് ആറെന്നെ വടികൂടി തപ്പിക്കാണ്ട് സാധനം ഇല്ലേ? ഇല്ലില്ല എനിക്കില്ല സാറേ. ഇല്ല എന്റെ ഒന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ തപ്പിക്കോ. ഒരു സാധനം ഇല്ല. ഇല്ല അടിച്ചിട്ടില്ല. ഇന്ന് അടിച്ചിട്ടില്ല. വൈകുന്നേരം അടിക്കും. അത് മന്തി അടിക്കണ്ട. ഇല്ല സാറേ സാറേ ഞാനല്ല MDM ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ 2K ഫുണ്ടകളാ. ഞാൻ 90 കിഡ്സാ. സാറ് ഒറിജിനൽ പോലീസുകാരൻ. സാറിന് എന്തായാലും അവിടെ തന്നെ പിടിക്കുന്നത്. സാറിന് മറ്റേ അസുഖം അല്ല സാറെന്താ മീശയും താടിയും വെക്കാൻ പോലോ മലയ്ക്ക് കൊണ്ടാ. പിന്നെ അയ്യോ ഇന്നലെ പോവായിരുന്നെങ്കിൽ സുഖമായിരുന്നു. ലാലേട്ടൻ തന്നെ മലയ്ക്ക് പോയിട്ടായിരുന്നു. കണ്ടാ ഇതെന്തായാലും ഇവിടെ നിന്ന് പോ. വേറെ ഒന്നല്ല ഞാനില്ല സാറേ. നീ ഇല്ല. നീ സത്യം പറയടാ. സത്യം പറയടാ. നീ ഞാനില്ല സാറേ. അപ്പൊ നീ നല്ലവനാണെന്ന് പറയുന്നത്. നീ പേടിയൊന്നുമില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാം സാറാണ് സത്യം. അല്ലെങ്കിൽ ഈ സാറിന്റെ തല തെറ്റി പൊറിച്ചു പോട്ടെ. ഞാനില്ല സാറേ. സത്യണ്ടാ എന്താ യാസനെ പോലീസുകാരൊക്കെ പോയി പിടിച്ചതല്ലേ? ഏയ് ഒരു കുഴപ്പമില്ല. എക്സൈസുകാർ എന്നെ പിടിക്കാൻ നിനക്ക് വല്ല സുഖണ്ടാ. സാധനം അടിക്കണ നിനക്ക് അടിക്കണ വാടാ വാടാ. ഇതിപ്പോഴും പഠിച്ചു കൂട്ടിയ ഒരു 4-5 ലൈനുള്ള സാധനം നെറ്റീമൊക്കെ എടുക്കണ്ടാ. അടിച്ചോ എൻ്റെ മക്കളെ അടിക്കണ. ഇതുപോലുള്ള ഒരുപാട് പേര് പോലീസിനെ കബളിപ്പിച്ച് നമുക്ക് ചുറ്റും കാണും. പോലീസും എക്സൈസും അതുപോലെ തന്നെ നല്ല പോലെ പ്രയത്നിച്ച് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ലഹരിക്കെതിരെ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനങ്ങളും കൂടി അവരുടെ കൂടെ നിൽക്കണം. നമ്മൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ലഹരി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ ലഹരി വിൽപ്പനയോ കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. നമ്മൾ എന്നും കാണുന്ന വാർത്തകൾ ഭയങ്കര ഭയാനകരമാണ്. കാരണം ലഹരി ഉപയോഗം കൊണ്ടാണ് ഒരുപാട് കൊലപാതകങ്ങളും അതുപോലെ തന്നെ ആക്രമണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ മാക്സിമം നമ്മുടെ മക്കളെ ലഹരിയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നടത്തുക. അവർ നല്ലപോലെ ഉപദേശിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു മോചനമില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും അതിലേക്ക് നമ്മൾ ചെന്ന് പെടാതിരിക്കുക.